കുട്ടീസ്, വെൽക്കം ബാക്ക് ടു Xylem Learning. അണുമാമിസ് ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് രസകരമായിട്ടുള്ള ഒട്ടനവധി കഥകളും കവിതകളും ഒക്കെ നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അല്ലെ. നിങ്ങൾക്ക് ടീച്ചേഴ്സ്, നിങ്ങളുടെ ചേച്ചിമാര്, ചേട്ടന്മാരും ഒക്കെ ഒരുപാട് കഥകളും കവിതകളും ഒക്കെ പറഞ്ഞു തരാറുണ്ടാവും. അപ്പൊ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പഠന പ്രവർത്തനവുമായിട്ടാണ്. നിങ്ങൾ എല്ലാവരും തുമ്പിയെ കണ്ടിട്ടുണ്ടോ? തുമ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് അല്ലെ. നമ്മുടെ പൂവിലൊക്കെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് തുമ്പി വരാറുണ്ട്. അപ്പൊ തുമ്പിയെ പിടിക്കാൻ പോകുമ്പോ അല്ലെ, തുമ്പി ചിലപ്പോ എന്ത് ചെയ്യും, പറന്നു പോകും അല്ലെ. കാരണം എന്താണ്, തുമ്പിക്ക് പറക്കാനുള്ള ഒരു കഴിവുണ്ട്. അതൊരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ടീച്ചർ ഇവിടെ ഒരു സംഭാഷണം നിങ്ങൾക്ക് തരാം. ഈ സംഭാഷണം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കേ. തുമ്പിയെ കുറിച്ചുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ. നിങ്ങൾ എഴുതാനും വായിക്കാനും ഒക്കെ നല്ലപോലെ തുടങ്ങിയ ഒരു സമയമാണ്. അപ്പൊ എന്ത് വായിക്കാൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം ഒന്ന് വായിച്ചു നോക്കുക, പഠന പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, കളറൊക്കെ കൊടുത്തു നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്യുക, അക്ഷരങ്ങളൊക്കെ ആയിട്ട് നല്ല കൂട്ടുകാരായിട്ട് മാറുകയുള്ളൂ. അപ്പൊ നമുക്കിതൊന്ന് പറഞ്ഞു നോക്കാം അല്ലെ. തുമ്പി ചോദിക്കുകയാണ്, തുമ്പിയും കുട്ടിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കണേ. ഒന്നാനം കൊച്ചുതുമ്പി എന്റെ കൂടെ പോരുമോ നീ? അപ്പൊ തുമ്പി ചോദിക്കുകയാണ്, നിന്റെ കൂടെ പോന്നാലോ എന്തെല്ലാം തരും എനിക്ക്? അപ്പൊ കുട്ടി പറയാണ്, കളിപ്പാനോ കളം തരുവേൻ, കുളിപ്പാനോ കുളം തരുവേൻ. എന്താണ്? കളിപ്പാനോ കളം തരുവേൻ, കുളിപ്പാനോ കുളം തരുവേൻ. ഒന്നാനം കൊച്ചുതുമ്പി എന്റെ കൂടെ പോരുമോ നീ? അപ്പൊ തുമ്പി പറയാണ്, നിന്റെ കൂടെ പോന്നാലോ എന്തെല്ലാം തരും എനിക്ക്? അപ്പൊ കുട്ടി പറയാണ്, ഇട്ടിരിക്കാൻ പൊന്തടുക്ക്, ഇട്ടുണ്ണാൻ പൊന്തളിക. ഒന്നാനാം കൊച്ചുതുമ്പി എന്റെ കൂടെ പോരുമോ നീ? അപ്പൊ നിങ്ങൾ ഈ കഥ നോക്കുന്ന സമയത്ത് അല്ലെ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം, അല്ലെങ്കിൽ ഈ ഒരു സംഭാഷണ ശകലം നോക്കുന്ന സമയത്ത് ഇതിൽ നമുക്ക് എന്താണ് അല്ലെ, ഒരു പാട്ട് പാടുന്നത് പോലെയും നമുക്ക് തോന്നുന്നുണ്ട്, അവർ തമ്മിലുള്ള സംഭാഷണം പോലെയും നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ കുട്ടിയും അതേപോലെ തന്നെ തുമ്പിയും തമ്മിലുള്ള കാര്യങ്ങളാണ്. കുട്ടി എന്ത് ചെയ്യാണ്, തുമ്പിയോട് പറയാണ്, എന്റെ കൂടെ വരുമോ നീ? എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ നിനക്ക് തരാമെന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ അല്ലേ നിങ്ങൾ, അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്തൊക്കെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെ, അമ്മയോട് മുട്ടായിയൊക്കെ മേടിച്ചു തരാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അമ്മ പറയും അല്ലെ, നീ ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ മുട്ടായി മേടിച്ചു തരാം. അതേപോലെ തന്നെ അല്ലെ, നിങ്ങളെ അമ്മ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ പറയാ അല്ലെ, ദാ മോൻ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോള് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ കിൻഡർ ജോയ് വാങ്ങിച്ചു തരാന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ ഇവിടെ തുമ്പിയെ എന്താണ്, കുട്ടി ഓരോ കാര്യങ്ങൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് മോഹിപ്പിച്ചിട്ട് കൂടെ വരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ കൂട്ടുകാരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നിങ്ങൾ, ഓരോ കാര്യങ്ങൾ പറയാണ് അല്ലെ. അപ്പൊ ദാ നോക്കിക്കേ, ഒന്നാനാം കൊച്ചുതുമ്പി എന്റെ കൂടെ പോരുമോ നീ എന്നുള്ള ഈ കവിത നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതിക്കൂടെ? അതായത് കൊച്ചു തുമ്പിയെ നമ്മുടെ കുട്ടി എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ദാ ഈ പറയുന്നത് പോലെ തന്നെ അല്ലെ കൂടെ വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സമ്മതിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് പറയണ്ടേ. അപ്പൊ നമുക്ക് എഴുതാം അല്ലെ, ഒന്നാനം കൊച്ചു തുമ്പി എന്റെ കൂടെ പോരുമോ നീ? അപ്പൊ നിന്റെ കൂടെ പോന്നാലോ എന്ത് തരും എനിക്ക് അല്ലെ. അപ്പൊ നമുക്ക് പറയാം അല്ലെ, മധുരം പോലെ അല്ലെ, മധുരമുള്ള അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരുപാട് തേന് ഞാൻ തരാം നിനക്ക് അല്ലെ. തുമ്പി തേനല്ലേ കുടിക്കുക, അപ്പൊ മധുരമൂറുന്ന തേൻ കൂടെ ഞാൻ നിനക്ക് തരാം, നീ എന്റെ കൂടെ പോരുമോ? അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, എഴുതി ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം അല്ലെ, നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു പൂന്തോട്ടം തന്നെ പണിഞ്ഞു തരാം, നീ എന്റെ കൂടെ പോരുമോ? ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യാം, കൂട്ടുകാർക്ക് ഇവിടെ കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് വരികളാണ് എഴുതിയിരിക്കുന്നതെന്ന് ടീച്ചർക്ക് എന്ത് ചെയ്ത് തരാവണം, മക്കള് പറഞ്ഞു തരികയും അത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ കൃത്യമായിട്ട് എഴുതുകയും വേണം. ഓക്കെ ആണോ? അതുപോലെ തന്നെ ഇവിടെ തുമ്പിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. തുമ്പിയെ പോലെ തന്നെ തേൻ കുടിക്കാൻ വരുന്ന വേറെയും കുറേ ആളുകളുണ്ടല്ലോ. തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് പൂവിലേക്ക് വരുന്ന മറ്റ് അതിഥികൾ ആരൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. ഒരു ക്ലൂ മിസ് തരാം. പൂമ്പാറ്റ അല്ലെ, നല്ല ഭംഗിയുള്ള വർണ്ണച്ചിറകുകളുള്ള പൂമ്പാറ്റയും തേൻ കുടിക്കാൻ വരുന്ന ഒരാളാണ്. അപ്പൊ ഇതുപോലെ മറ്റാരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത് കൂട്ടുകാരെ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും എഴുതുക. അപ്പൊ തേൻ കുടിക്കാൻ വരുന്ന കൂട്ടുകാർ എന്നായിരിക്കണം അതിന് തലക്കെട്ടായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്. എന്താണ്? തേൻ കുടിക്കാൻ വരുന്ന കൂട്ടുകാർ. അപ്പൊ ടീച്ചർ ഇന്ന് പറഞ്ഞ പഠന പ്രവർത്തനം എല്ലാവരും ചെയ്തു നോക്കുമല്ലോ. നമുക്ക് ഇതുപോലത്തെ ഒരുപാട് പഠന പ്രവർത്തനങ്ങൾ വരും ക്ലാസ്
ക്ലാസ്സുകളിലൊക്കെ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ വീഡിയോസൊക്കെ കാണുക. വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ മറക്കാതെ എന്ത് ചെയ്യുക, ആ ഭാഗങ്ങളും കൂടെ കാണുക. ഞങ്ങൾ കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സൈലത്തിലെ ഏറ്റവും ചെറിയ മക്കളെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അടിച്ച് പൊളിച്ച് പഠിക്കണം. അപ്പോൾ പഠനം രസകരമാക്കാൻ ടീച്ചറുടെ കൂടെ എല്ലാവരും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.